Hi friends, Diya's vlogന്റെ മറ്റൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഒരു ടിപ്പ് ആയിട്ട് വന്നിരിക്കുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത വെയിലാണ്. അപ്പോൾ ഈ വെയിലത്തൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഇരിക്കാൻ പറ്റില്ലോ. എന്തായാലും പുറത്തൊക്കെ പോകണം, ഓരോ ആവശ്യങ്ങൾക്കൊക്കെ എന്തായാലും പോകണം. അപ്പോൾ ഈ പോകുമ്പോൾ നമുക്ക് എന്നിട്ടുണ്ടാവണേ നമ്മുടെ സ്കിന്ന് ഡാമേജ് ആവുക, ടാൻ ഉണ്ടാവുക, എല്ലാത്തിനും സാധ്യതയുണ്ട്. അപ്പോൾ പുറത്തുനിന്ന് നമുക്കൊരു പരിധി വരെയൊക്കെ ഇതിനെ തടയാം. സൺസ്ക്രീനൊക്കെ നന്നായി തേച്ച് അത് റീഅപ്ലൈ ഒക്കെ ചെയ്ത് നമുക്ക് ടാനൊക്കെ കുറച്ച് തടാം. പക്ഷെ നമ്മൾ ഇൻറ്റേർണലായിട്ട് നമുക്കൊരു പ്രൊട്ടക്ഷൻ കൊടുക്കണ്ടേ? അതിന് വേണ്ടി ഒരു ഗ്ലൂട്ടാത്തയോൺ ജ്യൂസ് ഓർ ABC ജ്യൂസ് എന്നൊക്കെ പറയുന്ന ഒരു ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള ഒരു ടിപ്പായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ജ്യൂസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു പ്രാവശ്യം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 1 വീക്ക് അത് സുഖമായിട്ട് കുടിക്കുകയും ചെയ്യാം. അത് കുടിക്കേണ്ട രീതി എന്ന് പറഞ്ഞെങ്കിൽ രാവിലെ നമ്മൾ എനിക്ക് വെറും വയറ്റിൽ ഒരു എംപ്റ്റി സ്റ്റൊമക്കിൽ തന്നെ അത് കുടിക്കണം. അപ്പോൾ ഇത് ഗ്രാജുവലി കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോയും നല്ലൊരു പ്രൊട്ടക്ഷനും നമ്മളൊരു വൈറ്റനിങ് ഒക്കെ കിട്ടും. അപ്പോൾ അത് ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കിയാലോ. നമ്മുടെ ഈ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടത് ആകെ 3 കാര്യങ്ങളാണ്. ഒരു ക്യാരറ്റ് ചെറുത്, ഒരു ബീട്രൂട്ട് അതും മീഡിയം വലിപ്പം, ഒരു ആപ്പിൾ. ഇത് ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഒരാഴ്ചയ്ക്ക് ഉണ്ടാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനേക്കാളും കൂടുതൽ ദിവസം ഉണ്ടാക്കി വെക്കണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ വലിപ്പം ഒക്കെ ഒന്ന് കൂട്ടിയാൽ മതി. അപ്പോൾ ഇത് ഞാൻ ഇത് കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് പീലൊക്കെ ചെയ്തെടുക്കാം. അതിൻ്റെ ഇതൊക്കെ കളഞ്ഞ് ക്യാരറ്റൊക്കെ നന്നായി ഒന്ന് പീൽ ചെയ്യുക. അടുത്തത് ബീട്രൂട്ട് എടുക്കുക. അതൊക്കെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നന്നായി ചെത്തിയെടുക്കുക. ഇനി ആപ്പിള് അതും തൊലിയൊക്കെ ചെത്തിയെടുക്കുക. അപ്പോൾ ഇതൊക്കെ തൊലിയൊക്കെ ചെത്തി നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഇത് അടിഞ്ഞ് കിട്ടാത്തൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ കുരുവൊക്കെ നമുക്കൊന്ന് കളയണം കേട്ടോ. കുരുള്ള ഭാഗമൊക്കെ ഒന്ന് കളഞ്ഞ് അപ്പോൾ എല്ലാം നന്നായി ചെറുതായിട്ട് നുറുക്കിയിട്ടുണ്ട്. ഭയങ്കര ചെറുതാവണ്ട, നമുക്ക് മിക്സിയിലിട്ട് അടിക്കാൻ പാകത്തിനൊന്ന് ചെറുതാക്കി നുറുക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന പീസുകളൊക്കെ നമ്മുടെ ജ്യൂസർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് ഇട്ട് കൊടുക്കുമ്പോൾ ആവശ്യത്തിന് കുറച്ച് വെള്ളം, ഇത് ബ്ലെൻഡ് ആവാൻ ആവശ്യമുള്ളൊരു വെള്ളം കൂടി നമ്മൾ ഇതിൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ജ്യൂസൊക്കെ നന്നായി ബ്ലെൻഡ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ജ്യൂസ് എടുക്കുന്നത് ഇത് അരിച്ചിട്ടാണ് എടുക്കുക. അപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറിൽ ഇതിന് അരിച്ച് വരാനുള്ളൊരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് അതിങ്ങനെ കണ്ട അത് അരിച്ചിട്ടാണ് വരും. അപ്പോൾ നിങ്ങളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായി അരിച്ചൊക്കെ എടുത്തിട്ട് ഉപയോഗിച്ചോളൂ. അതല്ല അരിച്ചെടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതായത് നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതൊരു ഐസ് ട്രേയിൽ ഒഴിച്ചിട്ട് ഒരു ഓവർനൈറ്റ് വെച്ച് കഴിഞ്ഞാൽ ഓരോ ക്യൂബ്സ് ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് രാവിലെ എണീക്കുമ്പോൾ ഓരോ ക്യൂബ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ തന്ന രീതിയിൽ കുടിക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് ഐസ് ട്രേയിലേക്ക് ഒഴിക്കാം. അപ്പോൾ അതായത് നമുക്ക് ഈ ജ്യൂസ് ഈ ഐസ് ട്രേയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അതായത് സെറ്റായിട്ട് നമുക്കിതിങ്ങനെ ഒരു ഓവർനൈറ്റ് ഫ്രീസറിലേക്ക് വയ്ക്കാം. അപ്പോൾ നമുക്കിത് കുടിക്കേണ്ട രീതി നോക്കാം. ഇത് രാവിലെ എണീക്കുമ്പോൾ വെറും വയറ്റിൽ ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ ഒരു ക്യൂബ്, ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ട്, നമ്മളിപ്പോൾ ഉണ്ടാക്കിയത് ഫ്രീസ് ചെയ്യാൻ വെച്ചു, അതൊരു ക്യൂബ് ഈ ഇളം ചൂടുവെള്ളത്തിലേക്ക് ഇടാം. കണ്ട അത് അലിയന കണ്ട നമ്മൾ ഈ ഗ്ലൂട്ടാത്തയോൺ ടാബ്ലറ്റൊക്കെ വെള്ളത്തിലിട്ട് കുടിക്കില്ലേ, വൈറ്റമിൻ C ഒക്കെ, അത് അലിയണ പോലെ തന്നെ ഇത് വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ അലിഞ്ഞ് വരും. പിന്നെ ഞാൻ ഇത് കുടിക്കുന്നത് ഇതിൽ ഒരു ഫ്ലേവറിന് വേണ്ടി ഒരു സ്പൂൺ ഹണിയും കൂടി ചേർക്കാറുണ്ട്. അത് തന്നെയാണ്, അതൊരു സ്പൂണും കൂടി ചേർക്കും. എന്നിട്ട് ഇതിങ്ങനെ നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇതൊക്കെ നന്നായി മെൽറ്റായിട്ടുണ്ട്, ഹണിയൊക്കെ ചേർത്തുണ്ട്. അപ്പോൾ നമുക്കിത് കുടിക്കാം. നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിനും സ്കിൻ ഗ്ലോയിനൊക്കെ നമുക്ക് നന്നായി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ജ്യൂസും കൂടിയാണ് ഇത്. നമുക്ക് വേറെ ചിലവുകളൊന്നും ഇല്ലാണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കി വെക്കാം. ഒരാഴ്ചയ്ക്ക് സുഖമായിട്ട് ഉപയോഗിക്കാം. പിന്നെ അടുത്ത ആഴ്ചയ്ക്ക് വേണ്ടത് പിന്നെ ഉണ്ടാക്കി വെച്ചാൽ മതി. ഈ ക്യൂബ്സ് ആയിട്ട് നമുക്കൊരു സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് കേടാവേ ഒന്നും ചെയ്യില്ല. അപ്പോൾ എനിക്കിത് ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ സ്കിൻ ടോണൊക്കെ ചെറുതായിട്ട് ചേഞ്ചായി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ഇത് ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി വേറൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.